നമസ്കാരം, ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കൊടും ചൂടിന് ആശ്വാസമായി തീരദേശത്ത് വേനൽ മഴയെത്തി. മണിക്കൂറുകളോളം പെയ്ത മഴയിൽ തൃപ്രയാറിൽ വെള്ളക്കെട്ട്, നിരവധി കടകളിൽ വെള്ളം കയറി. കയ്പമംഗലം 3 പീടികയിലെ യുവാവിനെ ഒരു സംഘം വളഞ്ഞിട്ട് തല്ലി. അശ്വിൻ എന്ന യുവാവിനാണ് മർദ്ദനമേറ്റത്. 3 പീടിക സ്വദേശി നവീനും സംഘർഷത്തിൽ പരിക്കേറ്റു. വരന്തരപ്പിള്ളി മുപ്പിളിയം പാറക്കുളത്ത് യുവാവിനെ വീട്ടുകിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ജാർഖണ്ഡ് സ്വദേശി 24 വയസ്സുള്ള ധീരജ് സിംഗ് ആണ് മരിച്ചത്. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കം. വാർത്തകൾ വിശദമായി. കൊടും ചൂടിന് ആശ്വാസമായി തീരദേശത്ത് വേനൽ മഴയെത്തി. മണിക്കൂറുകളോളം പെയ്ത മഴയിൽ തൃപ്രയാറിൽ വെള്ളക്കെട്ട്, നിരവധി കടകളിൽ വെള്ളം കയറി. കാനയിലൂടെ വെള്ളം ഒഴുകാത്തതും ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് പലയിടത്തും തോടുകൾ നികത്തിയതും വെള്ളക്കെട്ടിന് കാരണമായി. ഇന്ന് പുലർച്ചെ മുതലാണ് ശക്തമായ വേനൽ മഴ ആരംഭിച്ചത്. മണിക്കൂറോളം നീണ്ടുനിന്ന മഴയിൽ തൃപ്രയാർ സെന്ററിൽ വെള്ളക്കെട്ടുണ്ടായി. ദേശീയപാതയിൽ വെള്ളം കവിഞ്ഞ് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഒഴുകി. തൃപ്രയാർ സെന്ററിൽ പടിഞ്ഞാറേ വരിയിലുള്ള 10ഓളം കടകളിലാണ് വെള്ളം കയറിയത്. തൃപ്രയാർ ഉല്ലാസ് ഹോട്ടലിനുള്ളിൽ മുഴുവനും വെള്ളം കയറി. മോട്ടോർ അടിച്ചാണ് ഹോട്ടലിനുള്ളിലെ വെള്ളം പുറത്തേക്ക് ഒഴുക്കിയത്. കാനയിലൂടെ വെള്ളം ഒഴുകാത്തതും ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് പലയിടത്തും തോടുകൾ നികത്തിയതും വെള്ളക്കെട്ടിന് കാരണമായി. ഇത്തവണ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഒന്നും നടന്നില്ലെന്നും വ്യാപാരികൾ പറയുന്നു. സാധാരണ മഴക്കാലത്തിന് മുൻപായിട്ട് കാനകൾ ശുദ്ധീകരിക്കുന്ന അല്ലെങ്കിൽ അത് ക്രമീകരിക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടാകാറുണ്ട്. ഇത്തവണ അത് ഉണ്ടായിട്ടില്ല. അത് ഇപ്പോൾ ഇന്ന് പഞ്ചായത്ത് അതിന് യോഗം വിളിച്ചിട്ടുണ്ട് 4 മണിക്ക്. പക്ഷെ അത് പെട്ടെന്നുള്ള മഴ വന്നതുകൊണ്ടായിരിക്കാം എന്ത് തന്നെ ആയിട്ടുണ്ടെങ്കിലും ഈ ഒരു പ്രക്രിയ കുറച്ച് മുൻപേ ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു കനത്ത നാശനഷ്ടം നമുക്ക് ഒഴിവാക്കാമായിരുന്നു. ദേശീയപാത പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് വരുന്ന ഈ വെള്ളങ്ങൾ മുഴുവൻ പോകുന്നത് തൃപ്രയാർ സെൻറ്ററിൽ നിന്ന് ടെമ്പിൾ റോഡിലുള്ള ആ കാന മുഖേനയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ അടച്ചിരിക്കുന്ന ആ ഭാഗം മുഴുവൻ. കാലവർഷം എത്തുന്നതിന് മുൻപ് കാനകൾ വൃത്തിയാക്കി വെള്ളം ഒഴുകിപ്പോകാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, തൃപ്രയാർ. കുടിവെള്ള വിതരണ പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്നതിനായി റോഡ് കുഴിച്ച് കരാറുകാരൻ. വഴി അടഞ്ഞ് നാട്ടുകാർ. കൊടുങ്ങല്ലൂർ നഗരത്തിൽ ചന്തപുര ജംഗ്ഷനിൽ നിന്നും ഉഴുവത്തുകടവിലേക്കുള്ള റോഡിന് നടുവിലാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്നതിനായി കുഴിയെടുത്തത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത്. നാട്ടുകാർക്ക് നടന്നു പോകാൻ പോലും കഴിയാത്ത വിധത്തിൽ വൻ ഗർത്തമാണ് ഇവിടെയുള്ളത്. മുന്നറിയിപ്പ് ബോർഡോ അപകട സൂചനാ വിളക്കോ സ്ഥാപിക്കാതെ റോഡ് കുഴിച്ച നടപടിക്കെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് ചന്തപുര. ചന്തപുരയിൽ നിന്ന് കിഴക്കോട്ട് പോകുന്ന ഉഴുവത്തുകടവ് റോഡ്, അവിടെ പൈപ്പ് ലൈൻ മാറ്റുന്നതിൻ്റെ ഭാഗമായി ബൈപ്പാസ് നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് വലിയൊരു കുഴി കുഴിച്ചേക്കണം. ഇന്ന് രാവിലെ മുതൽ ആളുകൾക്ക് ഇതിൽ നടക്കാൻ പോലും പറ്റുന്നില്ല. വാഹനങ്ങൾ കൊണ്ടുപോകേണ്ടതില്ല എന്ന് വേണമെങ്കിൽ വയ്ക്കാം. വികസന പ്രവർത്തനമാണ്, അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു, അതിനൊക്കെ ഞങ്ങൾക്ക് സന്തോഷമാണ്. പക്ഷേ ഒരു മുന്നറിയിപ്പില്ലാതെ, ഒരു മുന്നറിയിപ്പ് ബോർഡ് പോലും വെക്കാതെയാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് എന്ന് പറഞ്ഞാൽ കാവിൽക്കടവ്, ഉഴുവത്തുകടവ്, അതുപോലെ വയലാർ പോലുള്ള പ്രദേശങ്ങളിലേക്ക് 100 കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന റോഡാണ്. ആ റോഡ് പൂർണ്ണമായും ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഒരാൾ നടന്നു പോകുകയാണെങ്കിൽ ആ കുഴിയിലേക്ക് വീഴും. ഒരാന വീണാൽ പോലും അറിയാത്ത രീതിയിലുള്ള വലിയ കുഴിയാണ് കുഴിച്ചിട്ടേക്കുന്നത്. കയ്പമംഗലം 3 പീടികയിൽ യുവാവിനെ ഒരു സംഘം വളഞ്ഞിട്ട് തല്ലി. ഇന്നലെ വൈകിട്ട് 6:30യോടെയാണ് സംഭവം ഉണ്ടായത്. അശ്വിൻ എന്ന യുവാവിനാണ് മർദ്ദനമേറ്റത്. 3 പീടിക സ്വദേശി നവീനും സംഘർഷത്തിൽ പരിക്കേറ്റു. ഇരുവരെയും ഇരിങ്ങാലക്കുടയിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി.
അക്രമത്തിന് കാരണം ഹെൽമറ്റിനെ ചൊല്ലിയുള്ള തർക്കമാണെന്നാണ് പറയപ്പെടുന്നത്. എടുത്ത ഹെൽമറ്റ് യുവാവ് തിരിച്ചു വയ്ക്കാത്തതിനെ തുടർന്നാണ് തർക്കമുണ്ടായതെന്നാണ് സൂചന. അതിനിടെ ഹെഡ്സെറ്റിനെ ചൊല്ലിയുള്ള തർക്കമാണെന്ന വാദവും ഉയർന്നിട്ടുണ്ട്. എന്നാൽ നടു റോഡിൽ നടന്നത് ലഹരി സംഘങ്ങൾ തമ്മിലെ തർക്കമാണോ എന്ന സംശയത്തിലാണ് പോലീസ്. മർദ്ദനമേറ്റവരും മർദ്ദിച്ചവരും പരിചയക്കാരും ഒരേ നാട്ടുകാരാണ്. നാട്ടുകാർ ഇടപെട്ടാണ് യുവാവിനെ രക്ഷപ്പെടുത്തിയത്. യുവാവ് പരാതി നൽകാത്തതിനാൽ കേസെടുത്തില്ലെന്ന് പോലീസ് അറിയിച്ചു. എന്നാൽ വീഡിയോ പുറത്തുവന്ന സാഹചര്യത്തിൽ പൊതുവിടത്തിൽ സംഘർഷമുണ്ടാക്കിയതിന് കേസെടുത്തേക്കും. മീഡിയ ടൈം, കയ്പമംഗലം. വരന്തരപ്പള്ളി മുപ്പിളിയം പാറക്കുളത്ത് യുവാവിനെ വീട്ടുകിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ജാർഖണ്ഡ് സ്വദേശി 24 വയസ്സുള്ള ധീരജ് സിംഗാണ് മരിച്ചത്. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ട്. പാറക്കുളത്ത് കെട്ടിട നിർമ്മാണത്തിനെത്തിയ തൊഴിലാളിയാണ് ഇയാൾ. തൊഴിലാളികൾ താമസിക്കുന്ന വാടക വീട്ടിലെ കിണറിലാണ് വെള്ളിയാഴ്ച രാവിലെ മൃതദേഹം കണ്ടത്. ദുർഗന്ധം വന്നതോടെ കൂടെ താമസിക്കുന്നവരാണ് ആദ്യം മൃതദേഹം കണ്ടത്. ആൾമറയുള്ള കിണറ്റിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ചൊവ്വാഴ്ച രാത്രി ഇയാളെ കണ്ടതായി പറയുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികളായ 5 പേരാണ് ഈ വീട്ടിൽ താമസം. പുതുക്കാട് നിന്നെത്തിയ ഫയർഫോഴ്സും വരന്തരപ്പള്ളി പോലീസും നാട്ടുകാരും ചേർന്നാണ് മൃതദേഹം പുറത്തെടുത്തത്. സാമൂഹിക സംരംഭകത്വ വികസന പദ്ധതി പ്രകാരം NGO സംഘടനയായ സൊസൈറ്റി ഫോർ ഇന്റഗ്രേറ്റഡ് ഗ്രോത്ത് ഓഫ് ദി നേഷന്റെ നേതൃത്വത്തിൽ വനിതകൾക്ക് 50% സൗജന്യമായി 634 ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. പറവൂരിൽ നടന്ന പരിപാടി BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. BJP പറവൂർ മണ്ഡലം പ്രസിഡന്റ് TA ദിലീപ് അധ്യക്ഷത വഹിച്ചു. സയൻസ് സംസ്ഥാന സെക്രട്ടറി രൂപേഷ് ആർ മേനോൻ, KT ബിനീഷ്, കോർഡിനേറ്റർ സുനിൽകുമാർ കളമശ്ശേരി, KP രാജൻ, TG വിജയൻ, ES പുരുഷോത്തമൻ, സിമി തിലകൻ, MN ബാലചന്ദ്രൻ, രാജു മാടവന, B ജയപ്രകാശ്, BK രാമു എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കൊടും ചൂടിന് ആശ്വാസമായി തീരദേശത്ത് വേനൽ മഴയെത്തി. മണിക്കൂറുകളോളം പെയ്ത മഴയിൽ തൃപ്രയാറിൽ വെള്ളക്കെട്ട്. നിരവധി കടകളിൽ വെള്ളം കയറി. കയ്പമംഗലം 3 പീടികയിൽ യുവാവിനെ ഒരു സംഘം വളഞ്ഞിട്ട് തല്ലി. അശ്വിൻ എന്ന യുവാവിനാണ് മർദ്ദനമേറ്റത്. 3 പീടിക സ്വദേശി നവീനും സംഘർഷത്തിൽ പരിക്കേറ്റു. വരന്തരപ്പള്ളി മുപ്പിളിയം പാറക്കുളത്ത് യുവാവിനെ വീട്ടുകിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ജാർഖണ്ഡ് സ്വദേശി 24 വയസ്സുള്ള ധീരജ് സിംഗ് ആണ് മരിച്ചത്. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കം. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.